ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും ഗതിവിഗതികളെ 4 പതിറ്റാണ്ടോളം സ്വാധീനിക്കുകയും ചെയ്ത ബോഫോഴ്സ് അഴിമതി കേസ് ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. കേസുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച അവസാന ഹർജിയും സുപ്രീം കോടതി തള്ളിയതോടെ ഇത്രയും നാൾ നീണ്ടുനിന്ന നിയമ നടപടികൾക്ക് തിരശ്ശീല വീണിരിക്കുകയാണ്. ബോഫോഴ്സ് ഇടപാടിൽ പ്രതികളായ ഹിന്ദുജ സഹോദരന്മാർക്ക് 2005 ഡൽഹി ഹൈക്കോടതി നൽകിയ ക്ലീൻ ചിറ്റ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസുമാരായ JB പർദേവാല, K വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ച് തള്ളിയത്. കേസിന്റെ തുടക്കം 1986 മാർച്ച് 24-നാണ്. സ്വീഡനിലെ ബോഫോഴ്സ് കമ്പനിയിൽ നിന്ന് 1437 കോടി രൂപയ്ക്ക് 410 പീരങ്കികൾ വാങ്ങുന്നത്. തുടർന്ന് 1987 ഏപ്രിൽ ഈ ഇടപാടിൽ 64 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്ന് സ്വീഡിഷ് റേഡിയോ വാർത്ത പുറത്തുവിട്ടു. അഴിമതി ആരോപണം അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പ്രതിച്ഛായയെ ബാധിക്കുകയും പ്രതിരോധ മന്ത്രി VP സിംഗ് സർക്കാരിനെതിരെ രംഗത്തു വരികയും ചെയ്തു. തുടർന്ന് 1989 കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും CBI കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിച്ചെങ്കിലും 1999 കാർഗിൽ യുദ്ധത്തിൽ മലയിടുക്കിൽ ഒളിച്ചിരുന്ന പാക് നുഴഞ്ഞുകയറ്റക്കാരെ തുരത്താൻ ബോഫോഴ്സ് തോക്കുകൾ ഇന്ത്യൻ സൈന്യത്തിന് വലിയ കരുത്തായി മാറി. 64 കോടി രൂപയുടെ അഴിമതി അന്വേഷിക്കുവാൻ CBI മാത്രം ഏകദേശം 250 കോടി രൂപ ചെലവഴിച്ചു എന്നത് പൊതുപണത്തിന്റെ വലിയ ദൂർത്താണെന്ന് ഡൽഹി ഹൈക്കോടതി മുൻപ് നിരീക്ഷിച്ചിരുന്നു.